ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബയാസിങ്ങിൻ്റെ കുറച്ച് ടോപ്പിക്സാണ്. ഓക്കെ, ബയാസിങ് നമ്മൾ തുടങ്ങിയിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ടോപ്പിക്സ് അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് സാധനമാണ് നമ്മുടെ ഫിക്സഡ് ബയാസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് സിമിലർലി ഫിക്സഡ് വിത്ത് എമിറ്റർ റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിക്സഡ് വിത്ത് എമിറ്റർ റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഫിക്സഡ് ബയാസിൽ നമ്മൾ നോട്ട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ആസ് യുവർ temperature changes അല്ലേ, with as your temperature changes, with your temperature what happened, as your beta will change അല്ലേ, ബീറ്റ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് Q ഓൾസോ വിൽ ചേഞ്ച് അല്ലേ, അത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തതാണ്. അപ്പം ഇനി ബാക്കി ഇതിലെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ എമിറ്റർ റെസിസ്റ്റൻസ് നമ്മളിതിൽ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എമിറ്റർ റെസിസ്റ്റൻസ് വെച്ചുള്ള ഫിഗർ ഞാൻ ഇപ്പോൾ വരക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുമായിരിക്കും. ഓക്കെ, അപ്പോൾ എമിറ്റർ റെസിസ്റ്റൻസ് വെച്ചാലുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദിസ് എമിറ്റർ റെസിസ്റ്റൻസ് വെക്കുമ്പോൾ ദിസ് വിൽ ബി ആക്ടിങ് ലൈക്ക് എ ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഓക്കെ, ഫീഡ്ബാക്ക് സർക്യൂട്ട് പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, എങ്ങനത്തെ ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്കാണ് കേട്ടോ. നെഗറ്റീവ് ഫീഡ്ബാക്ക് പോലെയാണ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ വി വിൽ ബി ഹാവിങ് യുവർ RB and here supply. Okay, supply VBB. അപ്പോൾ then this is your VCC, നിങ്ങളുടെ RC ആണ്. ഇത് നമ്മുടെ എന്താണ്, RE ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് ഏതൊക്കെയാണ്, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഈ IB എന്ന് പറയുന്നത്, ഇതിലെ ഫ്ലോ ചെയ്യുന്നതാണ് നിങ്ങളുടെ IC, ദെൻ ഇതിലെ ഫ്ലോ ചെയ്യുന്നതാണ് നമ്മുടെ IE. ഓക്കെ, അപ്പം ഇവിടുത്തെ വോൾട്ടേജാണ് നമ്മൾ പറയുന്നത് VB അല്ലേ, ഇതാണ് നമ്മുടെ എന്ത് VBE. ദെൻ നെക്സ്റ്റ് ഇത് C ആണെന്നറിയാം, ഇത് E ആണെന്നറിയാം. അപ്പോൾ ഈ ഇതിലുള്ള ക്രോസ് പ്ലസ് മൈനസ് ഇതിലുള്ള ക്രോസാണ് VCE. ക്ലിയർ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ദ എമിറ്റർ റെസിസ്റ്റൻസ് RE വിൽ ആക്ട് ആസ് എ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. കാരണം വിത്ത് ടെമ്പറേച്ചർ ആസ് യുവർ വാല്യൂ ബീറ്റ ചേഞ്ചസ്, ബീറ്റ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫോർ ഫിക്സഡ് വാല്യൂ ഓഫ് ബേസ് കറണ്ട്, ബേസ് കറണ്ട് വാല്യൂ ഫിക്സഡ് ആകും. ഫോർ ഫിക്സഡ് വാല്യൂ ഓഫ് ബേസ് കറണ്ട് ദെൻ യുവർ IC ഓൾസോ ചേഞ്ചസ് അല്ലെ, IC എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ IC ചേഞ്ച് ചെയ്യുന്ന കാരണം ആരും ചേഞ്ച് ചെയ്യും, IE ഓൾസോ ചേഞ്ചസ് അല്ലേ. അപ്പം ഇഫ് ദ വാല്യൂ ഓഫ് ബീറ്റ ഇൻക്രീസസ് ദെൻ IC വിൽ ഇൻക്രീസ്. അതേ റിലേഷൻ നമുക്കറിയാലോ, എന്താണ് ബീറ്റ IB അല്ലേ. അപ്പോൾ ബീറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ IC എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കാരണം ഈ IC ഇൻക്രീസ് ചെയ്യുന്ന കാരണം what happens is due to that voltage drop across, ഇതെല്ലാം ഒറ്റ ഇതിൽ പോകുന്നല്ലേ. അപ്പോൾ IC ഇൻക്രീസ് ചെയ്യുന്ന കാരണം IEയും എന്ത് ചെയ്ത് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അത് കാരണം എ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എമിറ്റർ റെസിസ്റ്റൻസ് വിൽ ഇൻക്രീസ്. അപ്പോൾ എമിറ്റർ റെസിസ്റ്റൻസ് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ യുവർ വോൾട്ടേജ് ഡ്രോപ്പ് യുവർ ബേസ് വോൾട്ടേജ് വിൽ ഓൾസോ ഇൻക്രീസ്. ബേസ് വോൾട്ടേജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ VBE എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, VB മൈനസ് VE എന്നറിയാലോ. അപ്പോൾ ബേസ് വോൾട്ടേജും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഹിയർ. ഓക്കെ, കാരണം IB ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ IB ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഫിക്സഡ് വാല്യൂ ഓഫ് IB ആണല്ലോ. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, ബേസ് വോൾട്ടേജും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇവിടുത്തെ ഈ ബേസ് വോൾട്ടേജ് ആണ് പറയുന്നത്, ഇവിടെ VBE ആയിട്ട് കോൺടാക്റ്റ് ആണല്ലോ. അപ്പോൾ ബേസ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡ്യൂ ടു ദിസ് ഇൻക്രീസ് ഇൻ VB കൂടുമ്പോൾ എന്താ സംഭവിക്കുക, യുവർ IB വിൽ റെഡ്യൂസ്. ശരിയല്ലേ. അപ്പോൾ ഇൻ ദിസ് റെസിസ്റ്റർ ദ എമിറ്റർ റെസിസ്റ്റർ ഓൾസോ ആക്ട്സ് അല്ല, ഇൻ ദിസ് ഫിഗർ ദ എമിറ്റർ റെസിസ്റ്റർ ആക്ട്സ് ആസ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഇറ്റ് പ്രൊവൈഡ്സ് എ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് ദസ് ട്രൈസ് ടു മെയിൻറ്റെയിൻ ദ Q പോയിന്റ്. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് പോലെ ആക്ട് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതൊരു DC അനാലിസിസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി what we are looking, we are applying your KVL. ഓക്കെ, നമ്മൾ KVL എന്ത് ചെയ്യുവാണ്, അപ്ലൈ ചെയ്യുവാണ്. ഇവിടെ നമ്മുടെ ഇൻപുട്ട് സൈഡിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ KVLനും ഫുള്ള് ഇങ്ങനത്തെ KVL കാര്യങ്ങളായിരിക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ KVL ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ്, ഇവിടെയല്ല, ഓക്കെ സോറി, ഇവിടെയല്ല അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയല്ല കേട്ടോ,
ഇവിടെയല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ ഈ സർക്യൂട്ടിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അവിടെ ഫുള്ളായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സർക്യൂട്ടിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ആ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ പറയാതെ ഇവിടെ നിന്നല്ലേ നമ്മൾ സർക്യൂട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ വി ബി ബി മൈനസ് ഐ ബി ആർ ബി, ശരിയല്ലേ, മൈനസ് വി ബി ഇ ഇങ്ങനെ വന്ന് ഇതായി പിന്നെ ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ മൈനസ് വി ബി ഇ മൈനസ് ഐ ഇ ആർ ഇ ഈക്വൽ ടു 0, ശരിയല്ലേ. ദെൻ ഐ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ ബി വി ബി ബി മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ഇ. ക്ലിയർ, ഇതാണ് നിങ്ങളുടെ ബേസ് കറണ്ടിൻ്റെ ഫോർമുല. ഓക്കെ, സിമിലർലി നമുക്ക് കളക്ടർ കറണ്ട് എങ്ങനെ കാണാം, യുവർ കളക്ടർ കറണ്ട് ക്യാൻ ബി ഗിവൺ ആസ് ഐ സി ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ഐ ബി അല്ലേ. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് എമിറ്റർ കറണ്ടിൻ്റെ നമുക്ക് എങ്ങനെ ചെയ്യാം, നിങ്ങളുടെ എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ ബി. ഓക്കെ, ബീറ്റ പ്ലസ് 1 ഇൻറ്റു എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ ബി എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ക്ലിയർ. ഇനി നെക്സ്റ്റ് നമുക്ക് ഏത് കാണണമെന്ന് വെച്ചാൽ വി സി കാണണം. ഐ ബി കിട്ടിയ വി സി കാണണം. അപ്പോൾ നമ്മൾ വി സി നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഒരു സെക്ഷൻ എടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുമ്പോൾ എന്തൊക്കെ വരും, ഇറ്റ് ഈസ് വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് വി സി ഇ മൈനസ് ഐ ഇ ആർ ഇ ഈക്വൽ ടു 0. ഇതല്ലേ കെ വി എൽ വരിക. ഓക്കെ, ഇതിനെ മാറ്റി എഴുതുമ്പോൾ വി സി ഇ ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് ഐ ഇ ആർ ഇ. ക്ലിയർ. നമ്മുടെ ഐ സി ഈക്വൽ ടു ആൽഫ ഇ എന്നറിയാലോ അല്ലേ. അപ്പം ആൽഫ ക്ലോസ് ടു യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഐ സി ഇസ് അപ്രോക്സിമേറ്റ്ലി ഐ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം വി സി ഇ കാണണം. വി സി ഇ കാണുമ്പോൾ എത്ര വരും, വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ. ദിസ് ഈസ് യുവർ വി സി ഇ ഫോർമുല. വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഈ ഐ സിൻ്റെ ഇക്വേഷൻ, ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് ഇത് സെക്കൻഡ്, ദിസ് വൺ ഈസ് യുവർ തേർഡ് ഇക്വേഷൻ. അങ്ങനെ 3 ഇക്വേഷൻ നമ്മൾ ഏതൊക്കെ കണ്ടുപിടിച്ചു, ഐ സി കിട്ടി, ഐ ബി കിട്ടി, സിമിലർലി യുവർ വി സിയും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇഫ് യുവർ വി ബി ആർ ബി ഈക്വൽ ടു 0. നമ്മൾ ബേസ് റെസിസ്റ്റർ ഇല്ല, ഇവിടെ നിന്ന് ഇത് റെസിസ്റ്റർ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ഒറ്റ ലൈനായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സപ്ലൈ തന്നെ എനിക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ വി ബി ബി ഈക്വൽ ടു വി ബി എന്ന് പറയാം അല്ലേ. ഇഫ് യുവർ ആർ ബി ഇസ് ഈക്വൽ ടു 0 ദെൻ വി ബി ഇസ് ഈക്വൽ ടു വി ബി ബി. ക്ലിയർ. ദെൻ വി ഇ എമിറ്ററിന് അക്രോസ് ഉള്ള സാധനം എന്ത് പറയും, വി വോൾട്ടേജ് എന്ത് വരും, ഇറ്റ് വിൽ ബി വി ബി ബി മൈനസ് വി ബി ഇ എന്നാണ് വരിക, ശരിയല്ലേ. അപ്പോൾ ഐ ഇ എന്താ വരിക, ഐ ഇ നിങ്ങൾ നോക്കുക, അതാ വി ഇ എന്ന് പറഞ്ഞാൽ എന്താ വരിക, വി ബി ബി മൈനസ് വി ഇ അല്ലേ, വി ബി ഇ അല്ലേ. അപ്പോൾ ഐ ഇ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് വിൽ ബി വി ഇ ഡിവൈഡഡ് ബൈ ആർ ഇ. ക്ലിയർ. വി ഇ എന്ന് പറഞ്ഞാലോ വി ബി ബി മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ഇ. ആസ് യുവർ ഐ സി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ഇ, വാട്ട് ഹാപ്പൻസ്, ഐ സി ഈക്വൽ ടു നമുക്ക് ആൽഫ ഐ എന്നറിയാം. ഐ സി ഈക്വൽ ടു ഐ ഇലല്ല, ഐ സി ഈക്വൽ ടു ആൽഫ ഐ ആണല്ലേ. ആൽഫയ്ക്ക് പകരം ബീറ്റ പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ എന്നറിയാലോ. ആസ് യുവർ ബീറ്റ ഈസ് ലാർജ്, ബീറ്റ ലാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇതാണ് നമുക്ക് അൾട്ടിമേറ്റ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ അത് എഴുതിയത്. ഓക്കെ, അപ്പോൾ ആസ് ബീറ്റ ലാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, യു ക്യാൻ റൈറ്റ് ഐ സി ഈക്വൽ ടു ഐ എന്ന് നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. ക്ലിയർ. അപ്പം ടു മേക്ക് യുവർ ഐ സി ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. ഓക്കെ, നമ്മൾ ഐ സി എന്ത് ചെയ്യണം, ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് വാല്യൂ ഓഫ് ആർ ബി നമുക്ക് എന്ത് ചെയ്യണം, എത്രയാണെന്നൊന്ന് അറിയണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ടു മേക്ക് യുവർ ഐ സി ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ, ദ വാല്യൂ ഓഫ് ആർ ബി ഷുഡ് ബി ലെസ് ദാൻ ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. ക്ലിയർ. ഇതിനെക്കാട്ടിയും കുറവായിരിക്കണം. അപ്പോൾ പ്രാക്ടിക്കലി നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 100 ടൈംസ് ഇതിന് കുറവാണ്. അതായത് ആർ ബി ഷുഡ് ബി ലെസ് ദാൻ ഓർ ലെസ് ദാൻ 0.01 ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ ആയിരിക്കണം. ഈ ഒരു സമയത്ത് യുവർ ക്യൂ വിൽ ബി ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. ഈ കണ്ടീഷനാണ് എന്ത് ചെയ്യുന്നത് സാറ്റിസ്ഫൈഡ്. അപ്പോൾ നിങ്ങളുടെ ആർ ബി അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ ആക്കി വെക്കാം. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് യുവർ ആർ ഇ,
ആർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നാലും നമുക്ക് സർക്യൂട്ടിൽ എന്ത് ചെയ്യാം, ദ സർക്യൂട്ട് ട്രൈസ് ടു മെയിൻറ്റെയിൻ എ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മൾ അതായിരുന്നല്ലോ ഓപ്പറേറ്റിംഗ് പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് നമ്മൾ എയിം അല്ലേ. അപ്പോൾ ലൈക്ക് ദിസ് വി ക്യാൻ മെയിൻറ്റെയിൻ യുവർ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിനെ വി ക്യാൻ അഗെയിൻ കോൾ ഇറ്റ് ആസ് എമിറ്റർ സ്റ്റെബിലൈസ്ഡ് ബയാസിംഗ് കോൺഫിഗറേഷൻ. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് എമിറ്റർ സ്റ്റെബിലൈസ്ഡ് ബയാസിംഗ് കോൺഫിഗറേഷൻ. ക്ലിയർ? അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ സിമിലർലി നെക്സ്റ്റ് വേറൊരു സർക്യൂട്ടാണ് ടു സപ്ലൈ, അല്ലെങ്കിൽ നമ്മളിതിന് പറയാം ഡ്യുവൽ സപ്ലൈ എമിറ്റർ ബയാസ് കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ എമിറ്റർ ബയാസ് കോൺഫിഗറേഷൻ തന്നെ പറയാം. ഓക്കെ, എമിറ്റർ ബയാസ് കോൺഫിഗറേഷൻ. ഓക്കെ, അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് യുവർ സർക്യൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. യു വിൽ ബി ഹാവിങ് ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് ആണ് കേട്ടോ. ഈ ഒരു കേസിൽ ഈ സർക്യൂട്ടിൽ നെഗറ്റീവ് വോൾട്ടേജ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്താൽ മതി. ദെൻ സിമിലർലി നേരത്തെ പോലെ വി സി സി ഇവിടെ ഉണ്ടാവും, ഇവിടെ ആർ സി. ഓക്കെ, ദെൻ ഇതാണ് നിങ്ങളുടെ എമിറ്റർ. ഇവിടെ ആരുണ്ട്, ബേസ് റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ആർ ബി. ഓക്കെ, അപ്പം നമ്മുടെ എന്തൊക്കെ കറണ്ടുകളാണ് നമ്മുടെ കയ്യിലുള്ളത്? ഇവിടെ വി ബി ആണെന്നറിയാം, ഇവിടെ മൈനസ് വി, ഇവിടെ ആർ അല്ലേ. ദിസ് ഈസ് യുവർ എമിറ്റർ പോയിന്റ്. ഓക്കെ, സോറി എമിറ്റർ അല്ല, കളക്ടർ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതിലേ പോകുന്ന റെസിസ്റ്റർ കറണ്ടാണ് എന്ത്, ഐ സി അല്ലേ. ഇതിലെയാണ് നമ്മുടെ എന്ത് വരുന്നത്, ഐ ഇ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് യുവർ ഐ ബി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് യുവർ ആർ ബി ഈസ് വെരി സ്മോൾ, ആർ ബി വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യുവർ ആർ ബി ഈസ് വെരി സ്മോൾ, ഇതിൻ്റെ എത്ര ദിവസമുള്ള വോൾട്ടേജ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 0 വോൾട്ട് അല്ല, ഇവിടെ കുറവാണ്. അപ്പോൾ വി ബി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ വി ബി ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് വി ബി മൈനസ് വി ഇ, ശരിയല്ലേ. അപ്പോൾ വി ബി 0 എന്ന് പറഞ്ഞാൽ വി ബി ഇ ഈക്വൽ ടു വാട്ട്, ഇറ്റ് വിൽ ബി മൈനസ് വി ഇ. ഓക്കെ, അപ്പോൾ വി ഇ ഈക്വൽ ടു എന്താണ്, വി ബി മൈനസ് വി ബി എന്ന് എഴുതാം, ശരിയല്ലേ. ഇനി നിങ്ങൾ എമിറ്റർ കറണ്ട് എടുക്കുകയാണെങ്കിൽ എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താം, എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു വി ഇ മൈനസ് ഓഫ് മൈനസ് വി ഇ ഇ, ശരിയല്ലേ, ഡിവൈഡഡ് ബൈ യുവർ ഇത് ആർ ഇ ആണ്, ഡിവൈഡഡ് ബൈ യുവർ ആർ ഇ. ക്ലിയർ? അപ്പം ഈ മൈനസ് വി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ച്വലി വി ബി തന്നെയല്ലേ, ശരിയല്ലേ. അപ്പോൾ മൈനസ് വി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ബി ബി എന്ന് എഴുതാം, വി ബി ഇ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ യു ക്യാൻ ഓൾസോ റൈറ്റ് ഇറ്റ് ആസ് വി ഇ മൈനസ് വി ബി ഇ. ഇതാ നമ്മൾ വി ഇ എന്ന് പകരമാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഇവിടുത്തെ വി ഇന്ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ വി കിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവായിട്ട് എടുത്ത് മൈനസ് ആര് വരും, നമ്മുടെ വി ബി ഇ വരും. അപ്പോൾ ഇവിടുത്തെ ഈ മൈനസ് കാരണമാണ് ഇവിടെ മൈനസ് വരുന്നത്. ഓക്കെ, അപ്പോൾ വി ഇ മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ഇ. ക്ലിയർ? ദിസ് ഈസ് യുവർ ഐ ഇ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഐ ഇ. അപ്പോൾ ഐ ഇൻ്റെ ഫോർമുല ചോദിച്ചാൽ ഇറ്റ് ഈസ് വി ഇ മൈനസ് വി ബി ഡിവൈഡ് ബൈ ആർ ഇ. നിങ്ങൾ എല്ലാ ഫോർമുലകളും പഠിച്ചു വയ്ക്കണമെന്നൊന്നുമില്ല, നമുക്കിത് സോൾവ് ചെയ്യാൻ വേറെയും കുറേ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ഒബ്ജക്റ്റീവ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പറയാം, വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. നമ്മളിതിനെ എല്ലാം പ്രൂവ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ചെയ്യുവാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ചെയ്യുമ്പോൾ ജസ്റ്റ് KVL കൊണ്ട് അതിന് ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിളാണ്. അപ്പം പിന്നെന്താ പറയാൻ വരുന്നത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആർ ബി ആണ് സ്മോൾ എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ആർ ബി സ്മോളാന്ന് പറഞ്ഞാൽ ശരിക്കും ഐ സി ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് യുവർ ബീറ്റ ആണ്. ഓക്കെ, ഐ സി വിൽ ബി ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് യുവർ ബീറ്റ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആസ് ആർ ബി സ്മോൾ ആയതുകൊണ്ട് ആസ് യുവർ ഐ സി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ഇ, വി ക്യാൻ റൈറ്റ് ഐ സി, ഈ ഐ ഇക്ക് പകരം ഈ ഐ സി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഐ സി ഈക്വൽ ടു വി ഇ മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. കാരണം ബീറ്റ വളരെ സ്മോളാണ്. ഓക്കെ, ബീറ്റ സ്മോൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ? അപ്പോൾ പിന്നെ നമ്മൾ അറിയാനുള്ള നെക്സ്റ്റ് ഇക്വേഷൻ വി സി ഇൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ വി സി ഇ എന്ന് പറഞ്ഞാൽ എന്താ, വി സി എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട പോലെ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും വി സി ഇ എന്ന് പറഞ്ഞാൽ വി സി മൈനസ് വി ഇ ആണ്, ശരിയല്ലേ. അതുപോലെ തന്നെ വി നോ ദാറ്റ് വി സി ഈക്വൽ ടു വി സി സി മൈനസ്
വി ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഐ സി ഇൻറ്റു ആർ സി, ശരിയല്ലേ? അപ്പോൾ ഐ സി ഇൻറ്റു ആർ സി എങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കെ വി എൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കെ വി എൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിന് മുന്നേ ഇത് പറയാം. ഓക്കെ, ഇതിന് മുന്നേ ഇത് പറയാം. ഇറ്റ് ഈസ് വി സി സി, ഇവിടെ കെ വി എൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ കെ വി എൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? ഇവിടെ കെ വി എൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? വി സി സി മൈനസ് ഐ സി ആർ സി പ്ലസ് വി ബി ഇ, ശരിയാണല്ലോ? വി സി ഇ എന്ന് പറഞ്ഞാൽ വി സി ഇ ആണ്. വി സി ഇ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വി സി സി മൈനസ് ഐ സി ആർ സി പ്ലസ് വി ബി ഇ, കാരണം നമ്മൾ നേരത്തെ അത് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യും? വി സി സി എന്ന് പറയുന്ന സാധനം എന്ത് കിട്ടും? ഇവിടെ എപ്പുറത്ത് എഴുതാം. വി സി ഇ എന്ന് പറയുന്ന സാധനം കിട്ടും വി സി സി മൈനസ് ഐ സി ആർ സി പ്ലസ് വി ബി ഇ. ഇതൊന്ന് ഈ ക്വസ്റ്റൻ നോട്ട് ചെയ്യുക. സിമിലർലി നിങ്ങൾ വി സി ഇ എന്ന് പറഞ്ഞാൽ വി സി മൈനസ് വി ഇ ആണ്, ശരിയാണല്ലോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് വി സി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് വി സി സി മൈനസ് ഐ സി ആർ സി എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വി ഇ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇറ്റ് വിൽ ബി മൈനസ് വി ബി ഇ. ക്ലിയർ? വി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് വി ബി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. വി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മൈനസ് വി ബി എന്ന് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഇത് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ? അപ്പോൾ ആ ഒരു ടെർമിനോളജി മാത്രം എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ടേംസ് വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് ഐ സി ഇൻറ്റു ആർ ഇ എന്നാണ് ഉള്ളത്, ശരിയല്ലേ? ഇത് ശരിക്കും വരുവാണെങ്കിൽ എങ്ങനെ വരും? നമ്മൾ നേരത്തെ ശരിക്കുള്ള ടേം എന്താണ്? ശരിക്കും ഇതെങ്ങനെയാണ്? വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ആർ ഇ എന്നല്ലേ? അത് മാറ്റി എഴുതി എന്ത് കിട്ടും? വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് ഐ സി ഇൻറ്റു ആർ ഇ എന്നല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഐ സി ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? വി സി സി മൈനസ് ഐ സി ആർ സി, ഈ ഐ സിക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഐ ഇ അല്ലേ? അപ്പം ഈക്വൽ ടു ഐ ഇ ഇൻറ്റു ആർ ഇ എന്ന് എഴുതാമല്ലോ അല്ലേ? ഈ ഐ ഇൻറ്റു ആർ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഇ ഇൻറ്റു ആർ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് വി ഇ, ശരിയല്ലേ? ഇതിന് പകരം നമുക്ക് വി ഇ എന്ന് എഴുതാമല്ലോ. ആ വി ഇ എന്ന് പറയുന്ന സാധനം, ഈ വി ഇ എന്ന് പറയുന്ന സാധനം നമ്മൾ ഓൾറെഡി പ്രൂവൺ ചെയ്തുവല്ലോ. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ ഇതാ വി ഇ എന്ന് പറയുന്ന സാധനം ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. എന്താണ്? മൈനസ് വി ബി ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് ഐ സി ആർ സി മൈനസ് വി ഇ ആണ്. അപ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് വരും. അപ്പോൾ പ്ലസ് വി ബി ഇ. ഇങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ഞാനത് പ്രൂവ് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി പ്ലസ് വി ബി ഇ. ക്ലിയർ? അപ്പം ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കിട്ടിയതാണ് ഇതും. ഇങ്ങനെ ചെയ്താലും ഈ സാധനം കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ വി സി എന്ന് പറഞ്ഞാൽ വി സി മൈനസ് വി ഇ ആണ്. അതുപോലെ വി സി എന്ന് പറഞ്ഞാൽ വി സി സി മൈനസ് ഐ സി ആർ സി ആണ്. ഓക്കെ, അപ്പോൾ വി ഇ എന്ന് പറഞ്ഞാലും നമുക്കിവിടെ എന്ത് കിട്ടും? മൈനസ് വി ബി എന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ കിട്ടി? ഐ സി കിട്ടിയില്ലേ? ഐ സി എവിടെ? ഐ സി കിട്ടി, പിന്നെ ഐ ഇയും കിട്ടി, വി സിയും കിട്ടി. ഓക്കെ, എല്ലാം നോക്കി. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? യുവർ ഐ സി ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ട്? ബീറ്റ അല്ല, ഐ സി ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റയാണ്. അപ്പം അതായത് ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആർ ബിൻ്റെ വാല്യൂ എന്താണ്? വളരെ കുറവാണെന്ന് അറിയാം, ശരിയല്ല? നേരത്തെ പോലെ ആർ ബിൻ്റെ വാല്യൂ വളരെ കുറവാണെന്ന് പറയാം. പക്ഷെ എത്രയാണെന്ന് അറിയോ? ഇല്ലല്ലോ. നമ്മൾക്ക് ക്യൂ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ കിട്ടാൻ എത്രയാണ് നിങ്ങളുടെ ആർ ബിൻ്റെ വാല്യൂ വേണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ട് സൈഡിൽ കെ വി എൽ അപ്ലൈ ചെയ്യാം. എവിടെയാണ്? യു അപ്ലൈ കെ വി എൽ ഓൺ ഇൻപുട്ട് സൈഡ്. ഇൻപുട്ട് സൈഡിൽ കെ വി എൽ അപ്ലൈ ചെയ്താൽ എങ്ങനെ വരും നോക്കാം. ഇൻപുട്ട് സൈഡിൽ കെ വി എൽ അപ്ലൈ ചെയ്താൽ എന്ത് വരും? 0 മൈനസ് ഐ ബി ആർ ബി മൈനസ് വി ബി ഇ മൈനസ് ഐ ഇ ആർ ഇ മൈനസ് ഓഫ് മൈനസ് വി ഇ ഇ ഈക്വൽ ടു 0, ശരിയല്ലേ? നോക്കൂ, ഇതാ ഇവിടെ ഇത് 0 അല്ല. 0 മൈനസ് ഐ ബി ആർ ബി മൈനസ് വി ബി ഇ മൈനസ് ഐ ഇ ആർ ഇ മൈനസ് ഓഫ് മൈനസ് വി ഇ ഇ ഈക്വൽ ടു 0. ക്ലിയർ? അപ്പോൾ അത് കട്ട് ചെയ്ത് തന്നെ പിന്നെ എന്ത് വരും? യു വിൽ ഗെറ്റ് വി ഇ ഇ മൈനസ് വി ബി ഇ ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് ഐ ഇ ആർ ഇ. മാറ്റി എഴുതുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്ത് എഴുതാം? ഐ ഇ ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം ഐ ഓൾറെഡി അറിയുന്നതാണ്. ഐ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ ബി, ശരിയല്ലേ?
ഇതിൻ്റെ അകത്ത് ഐ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഐ ഇ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1. ഓക്കെ, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, വി ഇ മൈനസ് വി ബി ഈസ് ഈക്വൽ ടു ഐ ഇ ഇൻറ്റു ആർ ബി ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1 പ്ലസ് ആർ ഇ. ശരിയാണല്ലോ. അപ്പം ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെ വരും, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ്, നമുക്ക് ഐ ഇ ആണല്ലോ കാണേണ്ട അൾട്ടിമേറ്റ്. അപ്പോൾ ഐ ഇ മാത്രം എഴുതുമ്പോൾ എന്ത് വരും, ഐ ഈസ് ഈക്വൽ ടു വി ഇ ഇ മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ബി ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1 പ്ലസ് ആർ ഇ. ക്ലിയർ? ഇതാണ് അതിൻ്റെ ടേം. ഐ ഇ ഈക്വൽ ടു യുവർ ഐ ഇ ഈക്വൽ ടു വി ഇ ഇ മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ബി ബൈ ബീറ്റ പ്ലസ് 1 പ്ലസ് ആർ ഇ. ഓക്കെ, അപ്പം ഇനി നമ്മൾ അറിയേണ്ട പോയിന്റ് ഇതാണ്, ടു മേക്ക് യുവർ ഐ ഇ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ. ബീറ്റേനെ ഐ ഇന് എന്ത് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ. ടു മേക്ക് ഐ ഇ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബീറ്റ, നമ്മുടെ ഈ ഒരു ടേം, ദിസ് ടേം, അതായത് നമ്മളുടെ ആർ ബി ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 1 ഷുഡ് ബി വെരി മച്ച് ലെസ് ദാൻ യുവർ ആർ ഇ. ക്ലിയർ? അപ്പോൾ ഈ ആർ ഇ ആർ ബി എങ്ങനെ കിട്ടണം, ദ വാല്യൂ ഓഫ് ആർ ബി ഷുഡ് ബി വെരി മച്ച് ലെസ് ദാൻ ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. ക്ലിയർ? അപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പറയുള്ളൂ ക്യൂ പോയിൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് സ്റ്റേബിൾ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 100 ടൈംസ് ദ വാല്യൂ അല്ലേ. അപ്പോൾ പറയാം, ഇറ്റ് ഷുഡ് ബി ആർ ബി ഷുഡ് ബി ലെസ് ദാൻ 0.01 ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ഇ. ക്ലിയർ? അല്ലെങ്കിൽ 100 ടൈംസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ നമുക്ക് എന്ത് പറയാം, വി ക്യാൻ സേ ദാറ്റ് the operating point we can make the operating point stable. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി, ഐ ഇ കിട്ടിയില്ലേ, അതുപോലെ തന്നെ നേരത്തെ പോയിന്റിൽ നമ്മൾക്ക് ആർ ഇയും കിട്ടിയില്ല. അപ്പോൾ ഈ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇതും തമ്മിലുള്ള ഐ തമ്മിൽ ഐ വ്യത്യാസം വരുന്നുള്ളൂ. കണ്ട, ഇവിടെ ഇതിന് പകരം വി ഇ മൈനസ് വി ബി തന്നെയാണ്, ഡിവൈഡ് ബൈ ആർ ഇ ആണ്. അതിൻ്റെ കൂടെ ഒരു ടേമും കൂടി വരുന്നതേ ഉള്ളൂ, വേറെ ചേഞ്ചുകളൊന്നും ഇല്ല ഇതിൽ, മനസ്സിലായില്ല. പക്ഷേ ആ വാല്യൂ ഇത്രയാവണം, ആർ ബിൻ്റെ വാല്യൂ ഇത്രയാവണം എന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ ഈ 5 ബൈ ഹാർട്ട് പഠിക്കിയത് മൊത്തം എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ്, ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, കെ വി എൽ വെച്ച് എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ എന്തായാലും അങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യും, അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാവും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്, ഇക്വേഷൻസ് എന്നൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് പോവാം. ഇക്വേഷൻസ് ഒക്കെ അറിയുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാ ക്വാണ്ടിറ്റികളും കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ചെയ്യാം. ഇക്വേഷൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, വി വിൽ ബി ഹാവിങ് വേറെ മെത്തേഡ് ഉണ്ട്, അതായത് നമ്മുടെ കെ വി എൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സോൾവ് ചെയ്യും കേട്ടോ. അതൊന്നും പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുപോലെ തന്നെ 2 ബയാസിങ് കൂടി പഠിക്കാനുണ്ട്. നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ ബയസും ഉണ്ട്, സിമിലർലി കളക്ടർ ഫീഡ്ബാക്ക് ബയാസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ സാച്ചുറേഷൻ കാണേണ്ട സാധനങ്ങളിലേക്ക് കടക്കും. ഓക്കെ, then we will see in our next class. Okay, thank you.